നമസ്കാരം. അതിയായ സന്തോഷം മോഹൻലാൽ സർ. കാര്യം ആശീർവാദ് സിനിമാസ് നിർമ്മാണം തുടങ്ങിയിട്ട് കഴിഞ്ഞ 27 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ 27 വർഷം മുൻപ് തുടങ്ങിയ അതേ സ്നേഹത്തോടെ ഇപ്പോഴും ഇതുപോലെ നിൽക്കാൻ പറ്റുന്നത്, സിനിമകൾ നിർമ്മിക്കാൻ പറ്റുന്നത്, ഇതെല്ലാം ഒരു ജീവിതത്തിൻ്റെ ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ്. അതുപോലെ ഒരുപാട് വലിയ ചിത്രങ്ങൾ മലയാള ഭാഷയ്ക്ക് ഉണ്ടാകണമെന്ന് ഏറ്റവും സ്വപ്നത്തോടെ ഓരോ സിനിമയും സമീപിക്കുന്ന ഒരാളാണ്. അത് മോഹൻലാൽ സാറിൻ്റെ സിനിമകളിലൂടെ ആവുക എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതിനുവേണ്ടി തുടങ്ങിയ സമയം മുതൽ 27 വർഷം മുൻപ് മുതൽ എൻ്റെ ലാൽ സാറിനോട് ചേർന്ന് നിന്ന് ഞാൻ അതിന് പ്രയത്നിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചില ഭാഗ്യങ്ങൾ കൂടെ ചേർന്ന് വരുന്നതിന് തുല്യമായിട്ടാണ് ജിത്തു ജോസഫുമായിട്ട് എൻ്റെ സൗഹൃദത്തിനെ ഞാൻ കാണുന്നത്. കാരണം സിനിമ തുടങ്ങുന്നതിന്, കഥ പറയുന്നതിനെല്ലാം മുൻപ് തന്നെ എനിക്ക് എൻ്റെ കുടുംബത്തിലെ ഒരാളെപ്പോലെ ആ കുടുംബവുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കഥ ശരിക്കും എൻ്റെ ഭാര്യ ശാന്തിയാണ് എപ്പോഴോ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാനത് വലിയൊരു പ്രാധാന്യം കൊടുക്കാതെ, അതിന് ചെവി കൊടുക്കാതെ ഞാൻ മാറിപ്പോയി. കാരണം ഒരുപാട് കഥകൾ പറയുന്ന ഒരാളായതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ലാൽ സാറിനെ കാണാൻ ജിത്തു വന്ന് ഈ കഥ പറയുന്ന സമയത്ത് ഒരുപാട് കഥകൾ മോഹൻലാൽ സാറിന് വേണ്ടിയിട്ട് ഞാൻ കേൾക്കുന്ന ഒരാളാണ്. എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്. പലപ്പോഴും പടങ്ങൾ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത പോലെ സംഭവിച്ചാൽ അതിന് ഒരുപാട് ഞാൻ ആണ് അതിന് കാരണമെന്ന് കേൾക്കുന്ന ആളാണ്. ഇതിലൊന്നും എനിക്ക് പരാതികളില്ല. പക്ഷേ ജിത്തു ജോസഫിൻ്റെ ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ കഥ ലാൽ സാറിനോട് പറയാൻ വന്നപ്പോൾ ജിത്തു ആദ്യം എന്നോടാണ് ഈ കഥ പറയുന്നത്. ഇത് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞത്, ഒരുപാട് സന്തോഷമുള്ളത് കൊണ്ട് അത് വീണ്ടും വീണ്ടും പറയുന്നതേ ഉള്ളൂ. അപ്പോൾ മോഹൻലാൽ സാറിലേക്ക് ഞാൻ പറഞ്ഞോളാം ജിത്തു ഈ കഥ ലാൽ സാറിനോടെന്ന് പറഞ്ഞ് ഞാനാണ് ലാൽ സാറിൻ്റെ അടുത്ത് ഈ കഥ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത്. അപ്പോൾ അത് ലാൽ സാറിന് അത് ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണെന്ന് എനിക്ക് തോന്നുകയും, സാധാരണ ആദ്യം ചോദിച്ച പോലെ തന്നെ വലിയ ആക്ഷൻ പടങ്ങളുടെ ഒരു ഫോർമാറ്റിൽ സിനിമ ഉണ്ടാകണമെന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ സിനിമകൾക്ക് കൂടുതലും ഒരു ആക്ഷന് പ്രാധാന്യം കൊടുത്തുള്ള സിനിമകളെ നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ മോഹൻലാൽ സാർ ഒരു വേറൊരു തലത്തിൽ നിൽക്കുന്ന ഒരാളാകണമെന്ന് ആഗ്രഹമുണ്ട്. ലാൽ സാറിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി ഈ സിനിമയുടെ കഥയിൽ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ജോർജ് കുട്ടി ശരിക്കും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഹീറോ പരിവേഷം ആ കഥ തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ തരുന്നുണ്ട്. അത് ആക്ഷനിലൂടെ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ പ്രവൃത്തിയും ഒരു ആക്ഷന് പ്രാധാന്യം തരുന്ന പോലെ തന്നെയായിരുന്നു. അപ്പോൾ അത് ദൈവം അനുഗ്രഹിച്ച് അത് ലോകമെമ്പാടുമുള്ള എല്ലാ ഭാഷയിലുമുള്ള ആൾക്കാർ അത് കാണുന്നു, അത് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഒരു വലിയ ഭാഗ്യം തന്ന സിനിമയാണ് ദൃശ്യം 1. അപ്പം ദൃശ്യം കഴിഞ്ഞ് അത്രയും സന്തോഷകരമായിരിക്കുന്ന സമയം മുതൽ ഞാൻ ജിത്തുവിൻ്റെ അടുത്ത് ഞാൻ 2ാം ഭാഗത്തിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ജിത്തു പറഞ്ഞു ഇല്ലാണ്ട് അതിനൊന്നും സാധ്യതയില്ല എന്ന് പറഞ്ഞ് ആദ്യം തെന്നിപ്പോകുമ്പോൾ ഞാൻ വീണ്ടും ജിത്തുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ കഥ പറഞ്ഞു തരാം. കാര്യം ജിത്തുവിനോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ദൃശ്യം 2ന്റെ കഥ ഞാൻ പറയാമെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു ഫോഴ്സ് അതിൽ കൂടുതലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെയോ ഇനി ജിത്തുവിനോട് പറയാത്തതാണോ? ശല്യപ്പെടുത്തൽ എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആ ഒരു ഫ്രീഡം തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ജിത്തുവിനോട് പറയാം. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ദൃശ്യം 2 ഉണ്ടാവുന്നു. ദൃശ്യം 2 ഉണ്ടായി കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മളതുപോലെ പറയുന്നു. അപ്പോൾ അങ്ങനെ ദൃശ്യം 3 ഉണ്ടായി. ദൃശ്യം 3 കഴിഞ്ഞപ്പോൾ ഇനിയും ഇത് കഴിയുമ്പോൾ വീണ്ടും പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം ഇത് വീണ്ടും ഇങ്ങനെ പോകണം. അപ്പോൾ എനിക്കതിൽ കാര്യം ഏറ്റവും വലിയ സന്തോഷം, നമ്മൾ എവിടെ ചെന്നാലും ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് മലയാളിക്ക് അഭിമാനമാണ്. മോഹൻലാൽ സാർ ആ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ്. ജിത്തു ആ സിനിമ ജിത്തുവിൻ്റെ ആണ് ആ സിനിമ ഡയറക്ഷൻ, ജിത്തുവിൻ്റെ പടമാണെന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ്. അതിനോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് പറ്റി എന്ന് പറയുന്നതും എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഏറ്റവും അഭിമാനവും സന്തോഷവും എല്ലാമാണ്. അതിന് വലിയ പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ ഈ ദൃശ്യം 1ഉം 2ഉം 3 ഒക്കെ ഈ 13 വർഷം നടന്നു പോകുന്ന സമയത്തുള്ള വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ലാൽ സാറ്, മീന മാം, അതുപോലെ അതിൽ അഭിനയിക്കുന്ന എല്ലാവരും, സിദ്ദിഖായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പം ഇവരെല്ലാം കൂടി വീണ്ടും കൂടുമ്പോൾ നമ്മളൊരു ഒരു ഫീലിംഗ് നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റുന്നവരാണ്. 13 വർഷം മുൻപ് മുതൽ ഇപ്പോഴും അത് കാര്യം 3 പടം വന്നോളെങ്കിലും അതിങ്ങനെ കൂടെ ചേർന്ന് പോകുന്ന പോലെ. അപ്പം അത് ജീവിതകാലം മൊത്തം അങ്ങനെ കുറേ കാലോടെ അത് യാത്ര ചെയ്യാൻ ഉള്ള ഭാഗ്യമുണ്ടാകട്ടെ.
ആ സിനിമ ഈ സിനിമയെ അതുപോലെ എല്ലാവരും സ്വീകരിക്കട്ടെ, അതിന് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം വളരെ സ്നേഹത്തോടെ തന്നെ കാണുന്നു. അതുപോലെ തന്നെ പനോരമ സ്റ്റുഡിയോസ് കുമാർ സർ, വലിയ സന്തോഷം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിനെ എല്ലാ സ്ഥലത്തേക്കും എങ്ങനെ എത്തിക്കാൻ പറ്റും എന്ന് എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള എനിക്ക്, പ്രത്യേകിച്ചും ലാൽ സാറിൻ്റെ സിനിമകളെ അങ്ങനെ എത്തിക്കണമെന്ന് ചിന്തിക്കുന്ന എനിക്ക് ഇങ്ങനെ ഒരു അസോസിയേഷൻ കിട്ടുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രിയപ്പെട്ടതാണ്. അവര് ബോംബെയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന് ഇത്രയും വലിയ ഒരു സിനിമയിലേക്ക്, ലോകമെമ്പാടും എത്തിക്കാൻ പറ്റുന്ന ഒരു സിനിമയിലേക്ക് അവർ അസോസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഇനിയും മുമ്പോട്ടും ഒരുപാട് കാലം അങ്ങനെ ചേർന്ന് നിൽക്കാൻ സാധിക്കട്ടെ. ഒരുപാട് സിനിമകൾക്ക് വളർച്ച ഉണ്ടാവട്ടെ. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ എൻ്റെ യാത്രയിൽ 27 വർഷം മുൻപ് മുതൽ തുടങ്ങിയ സഹകരിച്ച എല്ലാവരെയും, എൻ്റെ സിനിമയിൽ സഹകരിച്ച എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു. ഞങ്ങളുടെ ആശീർവാദ് സിനിമാസിനെ ഈ രീതിയിൽ എത്തിച്ചതിന് എല്ലാ പ്രേക്ഷകരോടും എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എനിക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി.